ഇപ്പൊ ഇവർ പറയുന്ന ഫുഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നു. ഞാനതിലേക്ക് കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിപ്പോ മുകളിലുണ്ടായിരുന്ന 1-2 മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഇപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു, ഭക്ഷ്യവിഷബാധ ഏറ്റെടുത്തു. അതിന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒന്ന് തരട്ടെ. വായിൽ വരുന്ന എന്തുവെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ? ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല. ഞാനും എന്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം. നമ്മളെല്ലാവരും കൂടെ ഇതൊരു ഓട്ട മത്സരമല്ല. ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ CM-നെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട്. ആയിക്കോ, അത് നിങ്ങളുടെ രാഷ്ട്രീയം. എന്ത് ക്രൈസിസാ മാനേജ് ചെയ്തെന്നുള്ള ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം. ഒരു നാട്ടിൽ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടു, അതാണോ ക്രൈസിസ് മാനേജ്മെന്റ്? എത്ര ആളുകൾ കാണാതായി എന്നുള്ളതിന്റെ കണക്കില്ല, അതാണോ ക്രൈസിസ് മാനേജ്മെന്റ്? ഈ മൃതശരീരങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണോ ക്രൈസിസ് മാനേജ്മെന്റ്? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇന്നലെ വരെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ ശരി ഒരു ഉത്തരവിലൂടെ നിങ്ങൾ അതങ്ങ് അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ബദൽ സംവിധാനം ഇവിടെ. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങളൊരു സിസ്റ്റം എക്സിസ്റ്റിംഗ് ആയിരുന്ന ഒരു സിസ്റ്റത്തെ നിങ്ങൾ പൂട്ടിയല്ലോ. പൂട്ടിയതിനു ശേഷം യാതൊരുവിധമായ ബദൽ സംവിധാനവും ഒരുക്കാതെ, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും. അതൊന്നും എനിക്കറിയാൻ മേല. വോളണ്ടിയേഴ്സ് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് കണ്ണൂർ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ വരാൻ സമ്മതിക്കുന്നില്ല. ആ സന്നദ്ധ പ്രവർത്തകർ വരാൻ സമ്മതിക്കാത്തപ്പോൾ തന്നെ ഡിവൈഎഫ്ഐയുടെ മുഴുവൻ പ്രവർത്തകരെയും ജില്ലാ പഞ്ചായത്തിന്റെ വെറുതെ ഒരു പേപ്പർ കടലാസിന്റെ ബോർഡ് ഒട്ടിച്ചു കഴിഞ്ഞാൽ കടത്തിവിടുകയാണ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാ UDF-ന്റെ MLA-മാരും 1 മാസം ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ 30 വീട് പ്രഖ്യാപിച്ചിട്ടാണ് പറയുന്നത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.